നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹൂതികളെ കൂടി തീർത്തിട്ടേ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഹൂതികൾ തൊടുത്ത മിസൈൽ ജഫയിൽ പതിച്ചിരുന്നു. ഹിസ്ബുള്ളയെ നേരിട്ടതിന് സമാനമായ യുദ്ധപദ്ധതിയാണ് ഇപ്പോൾ ഹൂതികളുടെ നേർക്കും ഇസ്രായേൽ മെനയുന്നത്. ആദ്യം ഹൂതി നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യുക. ഹൂതികളുടെ സൈനിക തലച്ചോറിനെ തങ്ങളെടുക്കും എന്ന നിശ്ചയദാർഢ്യമാണ് ഇപ്പോൾ ഇസ്രായേലിന്. പ്രധാന സൈനിക കമാൻഡർമാരിൽ ഒരാളായ അബ്ദുള്ള യഹ്യ അൽ ഹക്കീമാണ് ഹൂതി സൈന്യത്തെ നയിക്കുന്നത്. ഹക്കീമിന്റെ ഉന്മൂലനം ഹൂതികൾക്ക് മാത്രമല്ല, അയാളുമായി അടുത്തിടപഴകുന്ന ഇറാനികൾക്കും കടുത്ത തിരിച്ചടിയാകുമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. സംഘത്തിന്റെ തലവനായ അബ്ദുൾ മാലിക് അൽ ഹൂത്തിനെയും ഇസ്രായേൽ ലക്ഷ്യമിടുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. യമനിലെ ഇറാനിയൻ ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡറായ അബ്ദുൾ റസ ഷഹ്ലായും അപകടകാരിയാണ് എന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വധശ്രമങ്ങൾ ഭയന്ന് ഇതിനകം തന്നെ ഹൂതി നേതൃത്വം തലസ്ഥാനമായ സനയിൽ നിന്ന് പലായനം ചെയ്തതായി വാർത്തകൾ. അറബിക് മാധ്യമങ്ങളാണ് ഇത്തരമൊരു വാർത്ത നൽകുന്നത്. യമൻ സനയിലെ ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ അമേരിക്ക തൊടുക്കുന്നത്. ഒരു വശത്ത് ഇസ്രായേൽ ആകാശം നിറഞ്ഞ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നടത്തിയ ആക്രമണം, തൊട്ടു പിന്നാലെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അതിശക്തമായ ആക്രമണം യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്നു. ഹൂതി മിസൈൽ സംഭരണത്തിനും കമാൻഡ് സൗകര്യങ്ങൾക്കും നേരെയാണ് US ആക്രമണങ്ങൾ. ശനിയാഴ്ച രാത്രി US ആക്രമണം ആരംഭിച്ചതായി US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി അറിയിച്ചു. ഹൂതികളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കണം, അതിനുവേണ്ട സൈനിക നീക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം പലവട്ടം ഹൂതികൾ അന്താരാഷ്ട്ര നാവിക കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി. വ്യാപാര വഴികൾ അവർ തടസ്സപ്പെടുത്തി. ദക്ഷിണ ചെങ്കടൽ, ബാബൽ മാൻഡേബ്, ഏദൻ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ US നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ അവർ മിസൈലുകൾ തൊടുത്തു. ഡിസംബർ 21 അമേരിക്ക ഹൂതികൾക്ക് നേരെ ശക്തമായ ആക്രമണം ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ സെൻകോം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ ചെങ്കടലിന് മുകളിൽ പറന്നിരുന്ന ഒന്നിലധികം ഹൂതികളുടെ ആക്രമണ മിസൈലുകൾ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. F-A-18 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ശക്തമായ പോർവിമാനങ്ങളാണ് അമേരിക്ക ഹൂതി ആക്രമണങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത്. US നേവിയും ശക്തമായി ഈ ആക്രമണത്തിൽ പങ്കെടുക്കുന്നു. മറുവശത്ത് രണ്ടാം വട്ട ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്ന് വാർത്തകൾ. തുടക്കമിട്ടത് ഇസ്രായേൽ ആണെങ്കിലും ഇപ്പോൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി അമേരിക്ക ഏറ്റെടുക്കുന്നു. കൂടുതൽ നാറ്റോ രാജ്യങ്ങൾ ആക്രമണത്തിലേക്ക് കടന്നുവരും എന്ന പ്രതീക്ഷയാണിപ്പോൾ അമേരിക്കയ്ക്ക്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും പിന്നീട് ഒക്ടോബറിലും 2 തവണയാണ് ഇറാൻ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രായേലിന് നേർക്ക്. എന്നാൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ആക്രമണങ്ങളെ പൂർണ്ണമായി തകർത്തെറിഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ലോകം വാഴ്ത്തിപ്പാടിയിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഹൂതികൾ തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ മണ്ണിൽ പതിച്ചു. $1 ബില്യൺ മുടക്കിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു എന്ന തലത്തിൽ ഇപ്പോൾ ഹൂതികളുടെ പ്രതികരണം. നൂറുകണക്കിന് മിസൈലുകൾ ഇറാൻ തൊടുത്തിട്ടും കാര്യമായ നാശനഷ്ടമുണ്ടാകാതെ ഇസ്രായേൽ അന്ന് ശക്തമായി പ്രതിരോധിച്ചിരുന്നു. അന്ന് ഇസ്രായേൽ ആക്രമണത്തിൽ സുരക്ഷ കുറഞ്ഞ ഒരു പ്രദേശത്തെ പൗരൻ മാത്രമാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇസ്രായേലിലെ ജാഫയുടെ നേർക്ക് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രായേൽ ജാഗ്രതയോടെ നോക്കിക്കാണുന്നു. ഇസ്രായേലിന്റെ സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനാണ് തങ്ങൾ കുറച്ച് മിസൈലുകൾ മാത്രം തൊടുത്തത് എന്ന് ഹൂതികൾ പറയുന്നു. ഇസ്രായേലിന്റെ നെഞ്ച് ഒട്ടും സുരക്ഷിതമല്ല എന്നാണ് ഹൂതികളുടെ പ്രതികരണം. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തിൽ 4 ശക്തമായ സംവിധാനങ്ങളാണ് നിരത്തിയിരിക്കുന്നത്. ബഹിരാകാശ ഭീഷണികൾ ലക്ഷ്യമിട്ടുള്ള ആരോ 3 ഇന്റർസെപ്റ്ററുകളാണ് ഏറ്റവും മുകളിൽ. അന്തരീക്ഷത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആരോ 2 ആണ് അതിന് തൊട്ടു താഴെ. പിന്നീട് ഡേവിഡ് സ്ലിംഗ് സിസ്റ്റം, വളരെ ചടുലമായ ഇന്റർസെപ്റ്റർ സംവിധാനമാണിത്. ഹ്രസ്വദൂര ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഇവ ലക്ഷ്യമിടുന്നു. റോക്കറ്റുകൾ, ഡ്രോണുകൾ, ചില ക്രൂയിസ് മിസൈലുകൾ എന്നിവ നേരിടുന്നതിന് അതിശക്തമായ അയൺ ഡോം സംവിധാനവും ഇസ്രായേൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 4 സംവിധാനങ്ങളും തകിടം പറഞ്ഞു എന്നാണിപ്പോൾ വിമർശകർ പറയുന്നത്. ഈ 4 പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറമെ അയൺ ബീം ലേസർ സിസ്റ്റം അടുത്ത വർഷം തങ്ങൾ സജ്ജമാക്കുമെന്ന് ഇസ്രായേൽ പറയുന്നു. യമനിൽ നിന്ന് ഹൂതികൾ തൊടുത്ത മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് പാഞ്ഞു വന്നപ്പോൾ തന്നെ ഒന്നിലധികം ഇന്റർസെപ്റ്ററുകൾ പ്രവർത്തന സജ്ജമായിരുന്നു. എന്നാൽ മിസൈലുകൾ നിർവീര്യമാക്കുന്നതിൽ അവ പരാജയപ്പെട്ടു.
എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരാജയം സംഭവിച്ചത് എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ശക്തമായ അന്വേഷണം തുടങ്ങി. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഹോമ ഡയറക്ടറേറ്റ്, ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ്, റഫേൽ എന്നിവയുമായി ഏകോപിപ്പിച്ച് വ്യോമസേനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഒറ്റത്തവണ തകരാറാണോ അതോ റഡാർ സംവിധാനങ്ങൾക്ക് വന്ന ഏതെങ്കിലും തലത്തിലുള്ള വീഴ്ചയാണോ എന്ന പരിശോധന ഇസ്രായേൽ തുടരുന്നു. നിരവധി ഇന്റർസെപ്റ്ററുകൾ ഒരേ സമയം തകരാറിലാകുന്നു. ഇത് ഏതെങ്കിലും ഒരു പരാജയത്തിന്റെ സൂചനയാണോ എന്ന സംശയം ലോകമുയർത്തുന്നു. അവിടെയാണ് ഇസ്രായേൽ വീണ്ടും കുതിക്കാനൊരുങ്ങുന്നത്. ഹൂതികൾ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി വെറുതെ ഇരിക്കേണ്ട എന്ന് ഇസ്രായേൽ പറഞ്ഞു. അവരെ മുച്ചൂടും തകർക്കുന്ന തലത്തിലുള്ള ആക്രമണം ഉടൻ പ്രതീക്ഷിക്കാം. അതിശക്തമായ റഡാർ സംവിധാനങ്ങളാണ് ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കൻ എക്സ്ബാൻഡ് റഡാറും US സാറ്റലൈറ്റ് സിസ്റ്റവും അനുബന്ധമായി ഗ്രീൻ പെൻ, ഗ്രേറ്റ് പെൻ റഡാറുകളുമൊക്കെ ഇസ്രായേൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ശത്രു വിമാനങ്ങളോ മിസൈലുകളോ തങ്ങളുടെ വ്യോമാതിർത്തികൾക്കുള്ളിലേക്ക് പാഞ്ഞു വരുന്നത് പെട്ടെന്ന് തന്നെ ഈ റഡാറുകളുടെ ശ്രദ്ധയിൽപ്പെടും. ഇത്തരമൊരു ദേശീയ റഡാർ സംവിധാനത്തെയാണ് ഇന്റർസെപ്റ്ററുകൾ ആശ്രയിക്കുന്നത്. വലിയ വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇസ്രായേൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എന്നിട്ടും ആ രാജ്യത്ത് മിസൈൽ പതിച്ചത് ആളുകളെ ആശങ്കാകുലരാക്കുന്നു. ഇറാന്റെ പഴയ ശേഖരത്തിലുള്ള ഷഹാബ് 3 രൂപകൽപ്പന നടത്തിയാണ് ഇപ്പോൾ ഹൂതികൾ പൊതുവെ മിസൈലുകളായി ഉപയോഗിക്കുന്നത്. ടൗഫാൻ മിസൈലുകൾ എന്നാണ് ഇവയുടെ പേര്. എന്നാൽ ഇമാദ്, ഖൈബർ ഷഖാൻ പോലുള്ള ഏറ്റവും പുതിയ ഇറാൻ മിസൈലുകൾ ഹൂതികളുടെ കയ്യിലെത്തിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സംശയിക്കുന്നു. ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ തകർന്നടിച്ചതിന് പിന്നാലെ യമനിലെ ഹൂതികളെ കൂടുതൽ ആയുധസജ്ജരാക്കാനുള്ള ശ്രമങ്ങൾ ഇറാൻ നടത്തിയിട്ടുണ്ടാവാം എന്നാണ് അമേരിക്കയും ഇസ്രായേലും സംശയിക്കുന്നത്. അതിന്റെ ഭാഗമായി അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ യമനിൽ എത്തിച്ചിട്ടുണ്ടാവാം. ആ മിസൈലുകളാവാം ഇസ്രായേലിന് നേർക്ക് ഇപ്പോൾ ഹൂതികൾ തൊടുക്കുന്നത്. ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്താൻ ഹൂതികൾക്ക് ഇപ്പോൾ കൂടുതൽ ധൈര്യം കിട്ടിയതും ഇറാൻ പിന്തുണ തന്നെയാവാം. എന്നാൽ ഹൂതികൾ അധികം നെഗളിക്കേണ്ട, തങ്ങൾ യുദ്ധത്തിനൊരുങ്ങിക്കഴിഞ്ഞു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഹൂതികളെ കൂടി നിലംപരിശാക്കിയതിന് ശേഷം മാത്രം മതി യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ എന്ന് നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഏകപക്ഷീയമായിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അപ്പാടെ മാറി. ഹൂതികളുടെ നേർക്കുള്ള ആക്രമണത്തിൽ ശക്തമായി മുൻനിരയിലെത്തി അമേരിക്ക. സനയിലെ അത്താൻ ജില്ലയെ ലക്ഷ്യമാക്കി നിരവധി ആക്രമണങ്ങൾ അമേരിക്ക നടത്തി എന്ന് അൽ മസീറ TV ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ചാനലാണ് അൽ മസീറ ടെലിവിഷൻ. ഇക്കഴിഞ്ഞ വർഷം 200-ലധികം മിസൈലുകളും 170 ഡ്രോണുകളും ഹൂതികൾ ഇസ്രായേൽ ലക്ഷ്യമാക്കി വിക്ഷേപിച്ചിരുന്നു. IDF വിശദീകരിക്കുന്നതനുസരിച്ച് ഇവയിൽ ഭൂരിഭാഗവും ഇസ്രായേലിൽ എത്തിയിട്ട് പോലുമില്ല. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ശനിയാഴ്ച ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇസ്രായേൽ സൈനിക ശത്രുവിന്റെ ലക്ഷ്യത്തിലേക്ക് തങ്ങൾ എത്തിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. മിസൈലുകൾ തകർക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. അവരുടെ ഹൃദയം സുരക്ഷിതമല്ല എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഹൂതികൾ തങ്ങളുടെ പ്രസ്താവനയിൽ പറഞ്ഞ വാക്കുകൾ. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുകയും ഗാസ മുനമ്പിലെ ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾ തുടരുമെന്ന് ഇപ്പോൾ ഹൂതികൾ പറയുന്നു. എന്നാൽ ഹൂതികളെ നിലംപരിശാക്കിയിട്ട് മാത്രമേ ഒരു വെടിനിർത്തലിലേക്ക് തങ്ങൾ കടക്കൂ എന്ന് ഇസ്രായേലും പ്രഖ്യാപിച്ചു. എന്നാൽ ഹൂതികളും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം യാതൊരു വിധത്തിലും വെടിനിർത്തൽ കരാറിനെ ബാധിക്കുന്നില്ല. വെടിനിർത്തൽ കരാറിന് പൂർണ്ണ സജ്ജരായി ഇപ്പോൾ ഹമാസ് നിരക്കുന്ന കാഴ്ച. ആദ്യഘട്ടത്തിൽ വിട്ടയക്കുന്ന ബന്ദികളുടെ ലിസ്റ്റ് ഹമാസ് കൈമാറി എന്ന് ഇസ്രായേൽ പറയുന്നു. 35ഓളം ബന്ദികളെ വിട്ടു നൽകാനാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനു പകരമായി ഇസ്രായേൽ ജയിലിലുള്ള 250ഓളം പലസ്തീനി തടവുകാരെ വിട്ടയക്കും. IDF രഹസ്യാന്വേഷണ വിഭാഗം മേധാവി മേജർ ജനറൽ ഷ്ലോമി ബൈൻഡർ ഇക്കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ കൈറോയിലെത്തി ഇക്കാര്യങ്ങൾ കൂടുതൽ വിശദമായി ചർച്ച ചെയ്തു. ഹമാസ്, പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ്, പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്തീൻ എന്നീ സംഘടനകളുടെ നേതാക്കൾ വെള്ളിയാഴ്ച കൈറോയിൽ ചേർന്ന് വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾ ചർച്ച ചെയ്തു. ഹമാസ് പോരാട്ടം ശാശ്വതമായി അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുന്നു. മറുവശത്ത് വെടിനിർത്തൽ കരാറിനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കി. എന്നാൽ ഹമാസുമായി മറ്റൊരു തലത്തിൽ ഒരു ഉഗ്രൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇസ്രായേൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.